സെപ്റ്റംബർ 26 അന്ന് ഐക്യരാഷ്ട്രസഭയിൽ നടന്ന ഒരു പ്രസംഗം ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിലെ സംഘർഷത്തെക്കുറിച്ചും ഹമാസ് ആക്രമണങ്ങളെക്കുറിച്ചും സംസാരിച്ചു. അദ്ദേഹം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ യുദ്ധം പൂർണ്ണമായും പൂർത്തിയാക്കുമെന്ന ദൃഢപ്രതിജ്ഞ വ്യക്തമാക്കി. നെതന്യാഹുവിന്റെ പ്രസംഗം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. 50-ലധികം രാജ്യങ്ങളിൽ നിന്ന് 100-ലധികം പ്രതിനിധികൾ പ്രസംഗത്തിന് മുന്നോടിയായി സഭാ ഹാളിൽ നിന്ന് പുറത്തുപോയി. പല രാജ്യങ്ങളും അവരുടെ പ്രതിഷേധങ്ങൾ അതീവ ഗൗരവത്തോടെ തന്നെ അറിയിച്ചു. ഇത്രയും ഗൗരവമായുള്ള പ്രതിഷേധങ്ങൾ അപൂർവമായ ഉദാഹരണമാണെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഫ്രാൻസ്, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ നെതന്യാഹുവിന്റെ നിലപാടിനെ തീവ്രമായി വിമർശിച്ചു. പ്രസംഗത്തിൽ നെതന്യാഹു ഗാസയിലെ 65,000-ത്തിലധികം വരുന്ന മരണങ്ങളുടെയും പലയിടത്തുള്ള ദുരിതത്തിന്റെയും പൂർണ്ണ ഉത്തരവാദിത്തം ഹമാസ് എന്നാണ് വിമർശിക്കുന്നത്. പലസ്തീനിയൻ സംസ്ഥാനത്തെ അംഗീകരിച്ച രാജ്യങ്ങളെ അദ്ദേഹം ശരിയല്ലാത്ത നടപടികൾ എടുക്കുന്നവർ എന്ന് വിളിച്ച് നിരാകരിച്ചു. ഈ പ്രസംഗം ലോക രാഷ്ട്രീയത്തിൽ ഇസ്രായേലിന്റെ നിലപാട് എത്രത്തോളമാണ് എന്നതിന് ഒരു തെളിവായി മാറി. ലോകമാകെയുള്ള രാജ്യങ്ങൾ നെതന്യാഹുവിനെ യുദ്ധതന്ത്രജ്ഞനും മനുഷ്യത്വം ഇല്ലാത്ത നേതാവെന്നും പ്രഖ്യാപിച്ചു. ഖത്തർ, ജോർദാൻ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നു. ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര നിലപാട്, ഗാസയിലെ മനുഷ്യാവകാശ പ്രശ്നം, പാലസ്തീനിയൻ പ്രശ്നങ്ങൾ ഇവയെല്ലാം വീണ്ടും ആഗോള ശ്രദ്ധയിൽപ്പെടുത്തി. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നെതന്യാഹു തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇസ്രായേലിന്റെ സുരക്ഷയും പ്രതിരോധവും മുൻനിരയിലാണെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. നിരവധി മനുഷ്യ ജീവിതങ്ങളുടെ അവസാനവും അന്താരാഷ്ട്ര നിയമവും മാനവാവകാശ നിബന്ധനകളും ലംഘിക്കുന്ന ഈ യുദ്ധനയം ലോകത്തിനെതിരെയുള്ള നിഴൽ മാത്രമല്ല, മനുഷ്യത്വത്തിനെതിരെയുള്ള ചോദ്യം തന്നെയാണ്. ഐക്യരാഷ്ട്ര സഭയെ തന്നെ ഇളക്കി മറിച്ച ഈ പ്രസംഗം ഇസ്രായേൽ നടപടികൾക്ക് മറുപടിയായി ലോക ജനതയുടെ കണ്ണിൽ പലസ്തീനിയൻ ജനതയുടെ നിസ്സഹായവും മാനവിക അവകാശങ്ങളും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്.